ഈ മഴക്കാലത്ത് കണ്ണൂരിലേക്ക് ഒരു യാത്ര പോയാലോ? മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അത്യാവശ്യം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്ത് ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, എന്തല്ല? അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ പെരളശ്ശേരി സൈക്ലിംഗ് ക്ലബ്ബിലെ പ്രജീഷൻ്റെ കൂടെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ ചെറുപുഴയിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പം കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു റിവർ റാഫ്റ്റിംഗ് ചെയ്യണം എന്നുള്ളത്. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് എന്നാണ് ഇതിൽ കറക്റ്റ് പറയുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടെങ്കിൽ, ഇതുപോലുള്ള അഡ്വഞ്ചർ ഇതൊക്കെ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരണം, ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ കണ്ണൂരിൽ ഇങ്ങനെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ പ്രജീഷ് ചേട്ടാ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ഞാനും ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഞാൻ കോഴിക്കോട് പോയാലും ഇത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ടായിരുന്നു, വാട്ടർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കണ്ണൂരിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ നേരം ഇങ്ങനെ വന്നതാണ്. ഇതാ ഇവിടെ കണ്ടോ, നമ്മൾ പോകേണ്ട വണ്ടിയൊക്കെ ഇവിടെ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട്. എറണാകുളത്തു നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടിയിട്ട്. അത്യാവശ്യം മൊത്തം സ്ലോട്ടും ബുക്കിംഗ് ഒക്കെ ഫുള്ളിങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ വേറെ ഒരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. നമ്മളെ കൂട്ടുകാരനാണ് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. ആള് കാണുന്ന പോലെ തന്നെ ഒരു അഡ്വഞ്ചർ എന്തൂസിയസ്റ്റ് ആണ്. പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ടൂർ ഗൈഡ് കൂടിയാണ്. അപ്പം ഡാനി എങ്ങനെ നമുക്ക് അപ്പോൾ മൊത്തം ടീം സെറ്റ് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഹായ്. പുഴയിലേക്ക് പോകാൻ ജീപ്പിൽ കയറിയതും നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴക്കാലത്ത് കണ്ണൂർ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ യാത്ര ആദ്യം തുടങ്ങുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലാണ്. ചെറുപുഴയിലെ റിവർ റാഫ്റ്റിംഗ് ക്ലബ്ബിൽ വെച്ചിട്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് ക്ലബ്ബിലേക്ക്. ഈ വൺ ഡേ ട്രിപ്പിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് ക്ലബ്ബിലെ റിവർ റാഫ്റ്റിംഗ് ആണ്. അതിനുശേഷം തൊട്ടടുത്തുള്ള ഓടക്കൊല്ലി കേവ്സിലേക്ക് പോകും. ഓടക്കൊല്ലി കേവ്സിനകത്ത് ഏകദേശം 1.5 മണിക്കൂർ ഗുഹയ്ക്കകത്ത് നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള നടത്തമാണ് ഈ ഒരു ഗുഹയ്ക്കകത്ത്. ഓടക്കൊല്ലി കേവ്സിൽ പോയതിനു ശേഷം നമ്മൾ നേരെ പോകുന്നത് മീൻതുള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ്. മഴക്കാലമായതുകൊണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടാകും. ഇതിനിടയിൽ സമയം കണ്ടെത്തിയിട്ട് വേണം ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ. എൻ്റെ കൂടെയുള്ള ഡാനിയും ഫ്രണ്ട്സും ഇവിടെ അടുത്തു തന്നെയുള്ള പച്ചേല റിസോർട്ടിലാണ് താമസിക്കുന്നത്. അവിടെ താമസ സൗകര്യവും പിന്നെ ഭക്ഷണം ഒക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം മലയോര മേഖലയിലെ ചെറിയ ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഡാനിയെ കോൺടാക്റ്റ് ചെയ്താൽ ഒരു പാക്കേജ് ആയിട്ട് ഇത് മൊത്തം അറേഞ്ച് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിനെ പറ്റിയിട്ടൊന്നും ബോധരേണ്ട ആവശ്യമില്ല. ഡാനിയുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും മറ്റുള്ള ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിച്ചു. ഈ റോഡാണെങ്കിൽ അത്യാവശ്യം പൊളിഞ്ഞു കിടക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഓഫ് റോഡിങ്ങും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ മുൻകൂട്ടി ബുക്കിംഗ് ചെയ്യേണ്ടതാണ്. മിനിമം 5 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് ബുക്കിംഗ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരാൾക്ക് 1300 രൂപയും ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ 1400 രൂപയുമാണ് റാഫ്റ്റിംഗ് ചെയ്യാനുള്ള ചാർജുകൾ. റാഫ്റ്റിംഗ് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റിവർ റാഫ്റ്റിംഗ് ചെയ്യാനുള്ള സ്പോട്ട് നമ്മൾ ഏകദേശം എത്തി കേട്ടോ. ഇപ്പോഴും മഴ നന്നായി പെയ്യുന്നുണ്ട്. തേജസ്വിനി പുഴയ്ക്ക് കുറുകെയായിട്ടാണ് ഈ ഒരു പാലം പണിതിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ പുഴയാണ് കേട്ടോ, നമ്മൾ റാഫ്റ്റ് ചെയ്യാൻ പോകുന്ന പുഴയാണ് ഇപ്പം ക്രോസ് ചെയ്തത്. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്, പിന്നെ നല്ല മഴയാണ്. അപ്പോൾ നല്ല ഇനിയും ഒഴുക്ക് കൂടുമോയെന്ന് അറിയില്ല. എന്തായാലും പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഫൈനലി നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റിവർ റാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തായാലും നനയുന്നത് കൊണ്ട് ആരും കുടയൊന്നും കരുതിയിട്ടില്ല. എത്തി കേട്ടോ, ഇതാ നമ്മളെ കാര്യാള് ഡാനിയുടെ കൂടെ ഉണ്ട്. നല്ല പെരുമഴ, എല്ലാ ടീമും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ പുറകിൽ ഇതാ റാഫ്റ്റ് ഇറക്കുന്നുണ്ട്. ഡാനി പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ സ്വിമ്മിങ് അറിയാത്തവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിന്റെ സേഫ്റ്റി ജാക്കറ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്വിം ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും പേടിക്കാനില്ല. കേരള ടൂറിസത്തിന്റെ ലൈസൻസ് കിട്ടുന്നത് അത്രയും ടഫാണ്. ഓക്കെ ഓക്കെ. അതായത് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ കേരള അഡ്വഞ്ചർ ടൂറിസം ക്യാറ്റ്സിന്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് കുറെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യാണ്ട്. ഗൈഡുമാർ വരുന്നത് ഉത്തരാഖണ്ഡിലുള്ളവരാണ്. അതായത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര അഡ്വഞ്ചറായിട്ട് സ്ഥലത്ത് വരുന്ന ഗൈഡുമാരാണ്. അത് ഉത്തരാഖണ്ഡിലൊക്കെ ഇത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണ് വന്ന് ചെയ്യുന്നത്.
അപ്പം എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വന്നവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് മൊത്തം 4 റാഫ്റ്റാണ് ഇപ്പോൾ ഇവിടെ സജ്ജീകരിച്ച് വെക്കുന്നത്. ഇനി പുഴയിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ, മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സേഫ്റ്റി ജാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് അവർ ഈ ജാക്കറ്റ് ഇടിപ്പിക്കും. അതിന് പുറമെ ഹെൽമെറ്റ് ഉണ്ടോ, ഈ ഹെൽമെറ്റ് മൊത്തം നമ്മൾ ധരിക്കും. അഥവാ ഇൻ കേസ് നമ്മൾ വീഴാണെങ്കിൽ ഈ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ടായിരിക്കും. പിന്നെ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലയൊക്കെ ഇടിക്കുന്നതിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകൾ പുറകിൽ കാണിക്കാം. ഹീസ് മൈ അവർ ഗൈഡ്. Your good name, please? Dheeraj Rana. Yeah, you are from? Uttarakhand. Yeah, he is from Uttarakhand. It is absolutely safe, right? Yeah. So if someone who doesn't know swimming, he can also do this? Yeah, you have a jacket. So they will float. Yeah. So even if the river is rough, there is nothing to fear. Yeah. He will rescue us. Only the guide is Okay. come on, follow. Okay. That's good. Okay. Yeah. അപ്പോൾ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്നോട് ക്യാമറ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് റിസ്ക്കിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ക്യാമറയോടെ വെക്കും. പിന്നെ അവരുടെ കയ്യിൽ ഗോപ്രോ ഉണ്ട്. ഗോപ്രോ മൗണ്ട് ചെയ്തിട്ട് അവർ ഫൂട്ടേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ നമുക്ക് ഷെയർ ചെയ്യുന്ന പറഞ്ഞത്. ബാക്കി നമ്മളെ കയ്യിലുള്ള ചെരുപ്പ് പിന്നെ നമ്മുടെ ബിലോങ്ങിങ്സ് മൊത്തം വണ്ടിയിൽ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനും ജാക്കറ്റൊക്കെ ഇട്ട് കേട്ടോ. ഇതുണ്ടോ, കറക്റ്റ് ആബ്സല്യൂട്ട് ഫിറ്റാണ്. മൊത്തം നമുക്ക് ടൈറ്റ് ചെയ്യാനെല്ലാം പറ്റും. പിന്നെ ഇത് ഊരിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പുഴേൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല കുത്തി ഒഴുകുന്നുണ്ട്. നല്ല വെള്ളത്തിന് തണുപ്പുണ്ട് കേട്ടോ. ഈ വെള്ളത്തിന് ഞാനിപ്പോൾ ഇറങ്ങി, നല്ല തണുപ്പുണ്ട്, നല്ല മഴ, അടിപൊളി കാലാവസ്ഥ. എന്തായാലും കണ്ണൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, ഈ മൺസൂണിൽ കണ്ണൂരിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ്. നല്ല വെതർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, സേഫ്റ്റി ഹെൽമെറ്റ് കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചിൻ സ്ട്രാപ്പ് വരുന്നുണ്ട്. ക്യാൻ യു ഹെൽപ്പ് മീ ടു അവരൊരു ഗ്രൂപ്പ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റാഫ്റ്റിലെ ക്യാപ്റ്റൻ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് തരുക ചെയ്യുന്നത്. ഒരു റാഫ്റ്റ് എങ്ങനെ തുഴയാമെന്നും ഒരു റാഫ്റ്റ് തുഴയുമ്പോൾ എങ്ങനെ ഗ്രൂപ്പായിട്ട് കോർഡിനേറ്റ് ചെയ്യാമെന്നൊക്കെയാണ് ഈ ഒരു സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. Are you ready? Yes! So I said chirmiri chirmiri doom dadaka, you said hoo ha. Chirmiri chirmiri doom dadaka. Hoo ha. Chirmiri chirmiri doom dadaka. Hoo ha. Very nice. Yo. അങ്ങനെ നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിനൊക്കെ ശേഷം കാത്തുനിന്ന റിവർ റാഫ്റ്റിംഗ് തുടങ്ങുകയാണ്. ഏറ്റവും പുറകിലായിട്ടാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ തുഴയുകയാണ്. ഇനി നമുക്ക് രസകരമായ റാഫ്റ്റിംഗ് കാഴ്ചകൾ കാണാം. Forward. Speed. Chada front mein lean your body. Lean your body. Yes. Stop. Forward. Stop. Chirmiri doom dadaka. Chirmiri doom dadaka. Ditti tara. Oh, ditti tara. Let's go forward. Minute. Stop. ആദ്യമൊക്കെ ചെറിയ പേടി തോന്നിയെങ്കിലും പിന്നീട് അത് ശരിക്കും എൻജോയ് ചെയ്യാൻ തുടങ്ങി. Forward. Yes, stop. Down. Yes, stop. Forward. നമ്മുടെ ക്യാപ്റ്റൻ പുറകിലിരുന്ന് നന്നായി ചിയറപ്പ് ചെയ്യുന്നുണ്ട്. പുഴയുടെ ചില ഭാഗങ്ങളിൽ ഇതുപോലെ പെട്ടെന്നൊരു താഴ്ചയാണ്. ആദ്യമൊക്കെ പേടി തോന്നിയെങ്കിലും പിന്നീട് അത് നന്നായി എൻജോയ് ചെയ്യാൻ തുടങ്ങി. Stop. Look at camera. Yo. Stop. The right side full Karnataka forest. ഇപ്പോൾ നമ്മുടെ വലതുഭാഗത്ത് കാണുന്നത് കർണാടക ഫോറസ്റ്റ് ആണെന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡാനിയും ടീമും ഓവർടേക്ക് ചെയ്ത് കടക്കാൻ ശ്രമിക്കുകയാണ്.
बैक पड़ल चढ़ा यो टॉप चिरमिरी धूम धड़ाका चिरमिरी धूम धड़ाका चिरमिरी धूम धड़ाका दित्ती तारा दित्ती ते ओ दित्ती तारा दित्ती ते पुट्टे नाणम पुंजे होना बैक पड़ल चढ़ा बैकड़ी ഇനിയാണ് റാഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും ആവേശമായ ഘട്ടം. എല്ലാവരും റാഫ്റ്റിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടുന്നു. 1 2 3 go dive. Yes, go this side. Yes, next chada. Yes. ഞങ്ങളെ കൂട്ടത്തിലുള്ള അർഷാദ് കൈക്ക് സ്വിമ്മിങ് അറിയില്ല, എങ്കിലും ആൾ എത്ര കൂളായിട്ടാണ് നീന്തുന്നത് എന്ന് നോക്കിയേ. चिरमिरी धूम धड़ाका चिरमिरी धूम धड़ाका यो ഏറ്റവും അവസാനം റാഫ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് നമ്മൾ തന്നെ കരയിലേക്ക് കയറ്റി വെക്കണം കേട്ടോ. സംഭവം കാറ്റടിച്ച് വീർപ്പിക്കുന്നതാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഏറ്റവും അവസാനത്തെ കടമ്പ ഈ റാഫ്റ്റ് വണ്ടീന് മുകളിലേക്ക് കയറ്റുന്നതാണ്. ശേഷം ഇതേ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ചെറുപുഴ റാഫ്റ്റിംഗ് ക്ലബിലേക്ക് തിരികെ പോകുന്നു. നമ്മളെ ഡാനി ഇതാ റാഫ്റ്റിംഗിൽ കഴിഞ്ഞ് വന്ന് നല്ല ചായ കുടിക്കാം അല്ലേ? എല്ലാ കൊല്ലം വന്നൊന്ന് റിഫ്രഷ് ചെയ്ത് പോകുമ്പോൾ ഒരു സുഖം, ഒരു അഡ്വഞ്ചർ എടുക്കാൻ, അഡ്രിനാലിൻ റഷ് അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ പൊളിയാണ്. വേറെ ലെവൽ. കണ്ണൂരിൽ തന്നെ ഒരു ഇന്നത്തെ സാഹസികമായിട്ടുള്ള ഒരു ഫിഷ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണ് അല്ലേ? നല്ല ചാൻസാണ്. ഇവിടത്തേക്ക് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഇതാണ്. 12 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഈ കാലാവസ്ഥയിൽ രാവിലെ മഴയും കൂടെ കിട്ടിയോണ്ട് വേറെ ലെവൽ. ഷടപടയെന്ന് പറഞ്ഞാൽ എത്തി ചൂട് ചായ കുടിക്കാൻ വേറെ തന്നെ. നമ്മുടെ കൂടെ ഇതാ ചെറുപുഴ റിവർ റാഫ്റ്റിംഗിന്റെ പ്രൊപ്പറേറ്ററായ തോമസ് ചേട്ടൻ ഉണ്ടല്ലേ? തോമസ് ചേട്ടാ, നമ്മളിപ്പം ഇവിടെ ചുണ്ടയിലെ ഈ ഏരിയയിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. നമുക്ക് ശനി ഞായറും ദിവസങ്ങളിൽ 1400 രൂപയും അല്ലാത്ത 1300 വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സ്ലോട്ട് തന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അപ്പം കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ബുക്കിംഗ് വരുന്നുണ്ട്. ഇപ്പം പെട്ടെന്ന് നേരിട്ട് വന്നാൽ നമുക്ക് ആ സ്ലോട്ട് ഫില്ലായിട്ടുണ്ടാവും, അവിടെ എടുക്കാൻ പറ്റില്ല. ചിലപ്പം കുറെ ദൂരെ മലപ്പുറത്ത് നിന്നൊക്കെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് എടുക്കാൻ പറ്റാതെ നമുക്ക് തന്നെ വിഷമമായി. അപ്പൊ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരണം. ഓക്കെ. അപ്പൊ ഒരു ടീമിൽ ഏകദേശം എത്ര ആൾ വേണ്ടി വരും? ഒരു സിംഗിൾ ആയിട്ട് വന്നാൽ നടക്കൂല. നമുക്ക് 6 പേര് 7 പേര് വേണ്ടി വരും. ഇപ്പൊ ഒരാൾ സോളോ ആയിട്ട് വരികയാണെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും ടീമിലേക്ക് സെറ്റ് ആക്കി മാക്സിമം ടീമായിട്ട് തന്നെ വരണം. സോളോ ആയിട്ട് വരുന്നത് ആഡ് ചെയ്യാൻ. അതെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പായിട്ട് വരുവാണ്. ഒരു മിനിമം ഒരു 5 പേര് ഗ്രൂപ്പായിട്ട് വരുവാണ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കി നിൽക്കേണ്ടി വരും. പിന്നെ അധികം ആൾക്കാർ ചോദിക്കുന്നതാണ് സ്വിമ്മിങ് അറിയണോ എന്നുള്ളത്. ഇല്ല, സ്വിമ്മിങ് അറിയണം. സ്വിമ്മിങ്ങിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. എക്സ്പീരിയൻസ് ചെയ്ത അതെ നമ്മുടെ കൂട്ടത്തിലും കുറച്ച് പേര് സ്വിമ്മിങ് അറിയാത്തവരുണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം നല്ല എക്സ്പീരിയൻസ്. എല്ലാവരും വെള്ളത്തിൽ ചാടിയില്ലേ? അത് ചെറുപുഴ റിവർ റാഫ്റ്റിംഗ് ക്ലബ്ബിൽ നിന്ന് ഞങ്ങൾ മടങ്ങാൻ നോക്കുമ്പോഴായിരുന്നു അടുത്ത ഗ്രൂപ്പ് അവിടെ എത്തിയത്. ബൈക്ക് റൈഡേഴ്സ് ഗ്രൂപ്പാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ചെന്നത് ഓടക്കൊല്ലി നാച്ചുറൽ കേവ്സിലേക്കാണ്. റിവർ റാഫ്റ്റിംഗ് ക്ലബ്ബിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഓടക്കൊല്ലി നാച്ചുറൽ കേവ്സിലേക്ക്. ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ തന്നെ എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെയ്യുന്നത് 500 രൂപയുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റി ഏകദേശം 1.5 മണിക്കൂറോളം നടക്കാനുണ്ടാകും. സാഹസികത ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നോർമൽ ആക്ടിവിറ്റിയും ഉണ്ട്. അതിന് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് ഈടാക്കുന്നത്. നമ്മൾ റാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ഇവിടെ ഓടക്കൊല്ലി കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് കേട്ടോ. മഞ്ഞുമൽ ബോയ്സിൽ ഗുണ കേവ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് കുറേ അഡ്വഞ്ചേഴ്സ് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ കണ്ണൂരിൽ ഇങ്ങനത്തെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ഓടക്കൊല്ലി കേവ്സ്. അല്ലേ പ്രതീക്ഷേട്ടാ? ഓക്കെ. നമ്മളങ്ങനെ ആ കേവ്സിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇതാണ് എൻട്രി വരുന്നത്. കേവ്സിൻ്റെ ആ മെയിൻ ബോർഡ് വെച്ചതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കയറിയിട്ട് വേണം കേവിലേക്ക് പോകാൻ. പ്രജീഷ് ചേട്ടൻ ഇതാ മുന്നിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടി വരുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അഖിൽ. ചേട്ടൻ ഇവിടെ തന്നെയാ സ്ഥലം? ഹാ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഗുഹ കയറിയിട്ട് ഇതിലെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. വളരെ നേരമുള്ള വഴികളാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ, ഞങ്ങൾ ഇതുപോലെയുള്ള ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു സേഫ്റ്റി പ്രിക്കോഷനാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുഞ്ഞു പോകുന്ന സമയത്ത് ഈ പാറക്കൊക്കെ തല പോയി ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പരിക്കൊന്നും പറ്റാണ്ടിരിക്കാണ്ടിട്ടാണ് ഇതുപോലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്. പിന്നെ ഇവിടെ വരാൻ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കൂടെ ഒരു ഗൈഡൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ഭാഗങ്ങളിൽ ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്റ്റേസ് ഉണ്ട്. അപ്പം വരുന്നതിന് പേടിക്കാനൊന്നുമില്ല കേട്ടോ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കാന്ന് ഒരു മരം ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറേ പാറകൾ ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇത് വീഴാൻ ചാൻസ് ഉണ്ടോ ചേട്ടാ? ഇല്ല അല്ലേ, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും അല്ലേ? ഓ ഓക്കെ നൈസ്. ഈ ചേട്ടൻ പറയാണ് ഇപ്പോൾ വന്ന വഴികളെല്ലാം സാധാരണ നോർമൽ വഴിയാവുമല്ലോ, അഡ്വഞ്ചർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുന്നിൽ കുറച്ച് ടീംസ് പോയിട്ടുണ്ട് കേട്ടോ. ഇതാ പ്രതീക്ഷേട്ടന് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് കണ്ടു. അവരെ ഈ ഒരു ഗ്യാപ്പിലൂടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച തൊട്ടടുത്തല്ലേ അവരെ നമുക്ക് പെട്ടെന്ന് പോയി ക്യാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെ പോയിട്ട് ഈ ഭാഗം കണ്ടോ, ഇതിലേ പോയി ഇങ്ങനെ ചുറ്റിയിട്ട് വേണം പോലും ആ ഒരു ഭാഗത്ത് എത്താം. അപ്പോൾ അവരെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. കുറച്ച് ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. പ്രതീക്ഷേട്ടാ എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മളിതാ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നത്. ഇവിടെ ഒരു വാഴയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. വീണ്ടും ഗുഹയിലേക്ക് തന്നെ കയറുകയാണ് ചെയ്യുന്നത്. നല്ല അഡ്വഞ്ചർ ഇതാണ് കേട്ടോ, നല്ല രസമുണ്ട്. പുതിയ റൂട്ടുകൾ, വഴികൾ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. ഇപ്പം നടന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കുളമുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ, ഒരു മീൻ കുളം. അപ്പോൾ അതിൽ ഏത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാകുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അതിൽ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം മഴയാണ്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക് ആണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അഡ്വഞ്ചർ സോണിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഇങ്ങോട്ട് പോയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ കമ്പികളൊക്കെ ചവിട്ടിയിട്ട് വേണം പോകാൻ. കുറച്ചും കൂടി റിസ്ക് ആണ്. പിന്നെ ചില ഭാഗങ്ങളിൽ ഒട്ടും വെളിച്ചം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷേട്ടൻ മുന്നിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണാം. പ്രതീക്ഷേട്ടോ നല്ലോണം കുനിഞ്ഞ് ഇതാക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ. ഇനി ഞാനും ഇതിലൂടെ ഇങ്ങനെ സ്പീഡ് ചെയ്തിട്ട് വേണം പോകാൻ. കേവ് ഡൈവിങ്ങിൻ്റെ ബിസിനസ് ലെവലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇവിടെ എന്തായാലും വന്നിട്ട് ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഗുഹേൻ്റെ അകത്തേക്ക് പോയപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിച്ചു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വവ്വാലിൻ്റെ ഒരു കോളനിയും. അകത്തേക്ക് പോയപ്പോഴാണ് കുറേ ഇടുങ്ങിയ വഴികൾ കാണാൻ സാധിച്ചത്. ഇതുപോലുള്ള നേരോ വഴികളിലൂടെ ഇറങ്ങി പിടിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ ഗുഹയ്ക്കകത്ത് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നതിന് ശേഷം മുകളിലുള്ള ഒരു മനോഹരമായ വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഫൈനലി ഞങ്ങൾ കേവിൽ നിന്ന് എക്സിറ്റ് ഇറങ്ങി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളാദ്യം ഒരു ചേട്ടനായിരുന്നു നമ്മളെ ഗൈഡ് ചെയ്തിട്ട് കുറച്ച് ഭാഗം വരെ വന്നത്. അതിനുശേഷം ഞങ്ങൾ മുന്നേ പോയ ടീമിൻ്റെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്തു. പ്രജി ചേട്ടൻ പുറകിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ചേച്ചിയായിരുന്നു ഞങ്ങളെ ഗൈഡ് ചെയ്തത്. ചേച്ചീൻ്റെ പേര് ഞാൻ മറന്നുപോയി. സുനു ചേച്ചിയാണ് പിന്നീട് ഞങ്ങളെ ഗൈഡ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ അടിയിൽ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ വെച്ച നമ്പർ 1 കേവ് തന്നെയാണെന്ന് വരും. ഞാൻ ഇതിനു മുന്നേ 2 കേവ്സിൽ പോയിട്ടുണ്ട്. കുഞ്ഞിപ്പറമ്പ കേവ്സും പിന്നെ ഇവിടെ കാസർഗോഡ് ഭീമനടിക്ക് അടുത്തുള്ള ഒരു കേവിലും പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ. നല്ല ഒന്നും പറയാനില്ല. അതായത് കേവ് ഡൈവിംഗ് ഒക്കെ നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും ചെറിയൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ വളരെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ നുഴഞ്ഞ് ഇതായിട്ടൊക്കെ പോകാനുണ്ട്. ബാക്കി എല്ലാവരും പുറകിൽ വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രഷ് ആവാം. പ്രജി ചേട്ടൻ ആദ്യമേ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതെവിടെയോ മനസ്സിലായോ? നമ്മൾ തുടക്കത്തിൽ വന്നേരം കണ്ട ഓടക്കൊല്ലി കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കണ്ടില്ലേ, അവിടെയാണ് ഇപ്പോൾ കറക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രജി ചേട്ടൻ ഓൾറെഡി വന്ന് കിടന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ചോദിക്കാം. നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ അഭിപ്രായം അറിഞ്ഞാൽ മനസ്സിലാവും ഇത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്.
ഹായ്. എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ എക്സ്പീരിയൻസ്? ഞാൻ ശരിക്കും ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരാളാണ്. ഇന്നലെ വന്നപ്പോ വരെ ഇതിലേക്ക് ഇറങ്ങുന്ന യാതൊരു പ്രതീക്ഷയില്ല. തൊട്ട് മുൻപ് വരെ ഇറങ്ങുന്നു വിചാരിച്ചിട്ടില്ല. പക്ഷെ കൂടെയുള്ളവരുടെ മോട്ടിവേഷനിൽ അവസാനം ഇറങ്ങി ഫിനിഷ് ചെയ്തു. ജീവിതത്തിൽ ഒരു പുതിയൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റില്ല. തിരിച്ചു പോയാള് ഫുൾ കംപ്ലീറ്റ് ആക്കി. കൂടെയുള്ളവരുടെ സപ്പോർട്ട് കാരണം പിടിച്ചു പിടിച്ചുകൊണ്ടത്. പക്ഷെ അതേ മൊത്തം ചെയ്തു. അതെ. ആള് ഫസ്റ്റത്തെ ഘട്ടത്തിൽ എന്താ അറിയോ, പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു പാനിക്കാണ്. അപ്പോ വേറെ കഥകളൊക്കെ പറഞ്ഞു. അതായത് വേറെ കുറെ ചർച്ചകൾ, റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ പകുതി ദൂരം പോയത്. പകുതി ദൂരം കഴിയുമ്പോൾ അത് ഓക്കെ ആണെന്നുള്ള മനസ്സിലാവുന്നു, പൊളിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുക, എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള നമ്പർ 1 കേവ് എക്സ്പീരിയൻസ് ആണ്. ഓടക്കൊല്ലി കേവ്സിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് മീൻതുള്ളി വാട്ടർഫാൾസിലേക്കാണ്. ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട് ഓടക്കൊല്ലി കേവ്സിൽ നിന്ന് മീൻതുള്ളി വാട്ടർഫാൾസിലേക്ക്. എൻ്റെ മുകളിൽ കാണുന്ന ആ ചെറിയ ബിൽഡിംഗ് ആണ് ടിക്കറ്റ് കൗണ്ടർ. 50 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. സേഫ്റ്റി ജാക്കറ്റ് ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മഴയായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ നല്ല ഒഴുക്കുണ്ട്. ഒഴുകി വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പും അനുഭവപ്പെട്ടിരുന്നു. സേഫ്റ്റി ജാക്കറ്റ് ഉള്ളത് കൊണ്ട് സ്വിമ്മിംഗ് അറിയാത്തവർക്കും ഇവിടെയുള്ള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാം. പുറകിലുള്ള പാറയിൽ നല്ല വഴുക്കുള്ളത് കൊണ്ട് അതിൽ യാതൊരു കാരണവശാലും കയറരുതെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ആകാശ ദൃശ്യം കൂടി കാണാം. ചെറുപുഴ റിവർ റാഫ്റ്റിംഗ്, ഓടക്കൊല്ലി കേവ്സ്, പിന്നെ മീൻതുള്ളി വെള്ളച്ചാട്ടം, ഇത് മൂന്നുമായിരുന്നു ഇന്ന് ഞങ്ങൾ 1 ഡേ ട്രിപ്പിൽ കവർ ചെയ്തത്. ഇതിന് പുറമെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള ടാബോർ ഹിൽസും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ 1 ഡേ ട്രിപ്പിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.